നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. തൃശൂർ അമലനഗറിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് തീയും പുകയും ഉയർന്നത് പരിഭ്രാന്തി പരത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചേരിച്ചിറ യൂണിറ്റ് 22ാം വാർഷിക സമ്മേളനം എടക്കളത്തൂർ ഓഡിറ്റോറിയത്തിൽ നടത്തി. മണ്ണുത്തി പട്ടാളക്കുന്ന് ഗുരുദേവ നഗറിലെ വീട്ടിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച 1.380 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. വാർത്തകളിലേക്ക് വിശദമായി. ലോകമെമ്പാടും ഇസ്ലാം മത വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. ഇസ്ലാമിക കലണ്ടറിലെ ഏറ്റവും മഹത്തായ മാസങ്ങളിലൊന്നായ ദുൽഹജ്ജ് ആരാധനകളുടെയും പ്രാർത്ഥനകളുടെയും ആത്മശുദ്ധീകരണത്തിന്റെയും മാസമാണ്. നാനാഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഹജ്ജ് നിർവഹിക്കാൻ മക്കയിൽ സംഗമിക്കുന്നു. സ്ഥാനമാനങ്ങളും വർഗവ്യത്യാസങ്ങളുമില്ലാതെ ഒരേ വസ്ത്രത്തിൽ ഒരേ പ്രാർത്ഥനയിൽ റബ്ബിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന കാഴ്ച ഇസ്ലാമിന്റെ ആത്മാവിനെ മനോഹരമായി അവതരിപ്പിക്കുന്നു. ബലിപ്പെരുന്നാളിന്റെ ആത്മാവ് ആരംഭിക്കുന്നത് ഈ വിശുദ്ധ ദിനത്തിന്റെ മനോഹരമായ ഭാഗങ്ങളിൽ പങ്കുവയ്ക്കലിന്റെ സംസ്കാരമാണ്. കുടുംബങ്ങൾ ഒന്നിച്ചുകൂടുന്നു, പ്രാർത്ഥനകൾ ബന്ധിക്കുന്നു, ഭക്ഷണം ബന്ധുക്കളുടെയും അയൽക്കാരുടെയും സാധാരണക്കാരുടെയും സമ്പന്നരുടെയും വീടുകളിലേക്ക് പങ്കുവയ്ക്കുന്നു, കരുണയുടെയും സാഹോദര്യത്തിന്റെയും വഴിയിലേക്ക് നയിക്കുന്നു. മറ്റൊരാളുടെ സന്തോഷത്തിലും വേഗതയിലും പങ്കുചേരുമ്പോഴാണ് ശരിയായ ആഘോഷവും അർത്ഥവും. ആത്മപരിശോധനയ്ക്കും അള്ളാഹു മടങ്ങിവരവിനുള്ള അവസരമായി വിശ്വാസികൾ കരുതേണ്ടതാണ്. തെറ്റുകൾ പൊറുക്കണം. ഓരോ വിശ്വാസിയും റബ്ബിലേക്കും കൂടുതൽ അടുക്കട്ടെയെന്ന് CTV ന്യൂസ് ആഗ്രഹിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാളിന്റെ ആശംസകൾ. തൃശൂർ അമലനഗറിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് തീയും പുകയും ഉയർന്നത് പരിഭ്രാന്തി പരത്തി. നെടുമങ്ങാട് നിന്ന് സുൽത്താൻ ബത്തേരിക്ക് പോവുകയായിരുന്നു ബസ്. അമല ആശുപത്രിക്ക് സമീപം വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട് നാട്ടുകാർ ആളുകളെ ഇറക്കി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് കാരണം. ഡീസൽ ട്യൂബ് കത്തി ഡീസൽ ചോർന്നിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചേരിച്ചിറ യൂണിറ്റ് 22ാം വാർഷിക സമ്മേളനം എടക്കളത്തൂർ ഓഡിറ്റോറിയത്തിൽ നടത്തി. KVVES പ്രസിഡന്റ് ബിജു എടക്കളത്തൂർ പതാക ഉയർത്തി. രാസലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശ ബൈക്ക് റാലി ഒല്ലൂർ SI ജിസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. സൗജന്യ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഡിവിഷൻ കൌൺസിലർ മേഴ്സി അജി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ കുട്ടനല്ലൂർ ഡിവിഷൻ കൌൺസിലർ പ്രവീൺ ലാൽ, മുൻ ഡിവിഷൻ കൌൺസിലർ EV സുനിൽ രാജ് എന്നിവർ മുഖ്യാതിഥികളായി. വാർഷിക ജനറൽ ബോഡി യോഗത്തിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് നിർവഹിച്ചു. നടത്തറ പഞ്ചായത്ത് അംഗം ജോയ്സൺ അച്ചാണ്ടി, പിന്റോ മേനാച്ചേരി, പ്രതീഷ് പോൾ, മനോജ് പുളിക്കത്തറ, പോൾ തേറാട്ടിൽ എന്നിവർ സംസാരിച്ചു. എഡ്യൂക്കേഷൻ അവാർഡ്, കരുതൽ കിറ്റ് വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. ഏകോപന സമിതി അഞ്ചേരിച്ചിറ യൂണിറ്റിന്റെ 22ാം വാർഷിക സമ്മേളനത്തിനോടനുബന്ധിച്ച് ഒല്ലൂർ ജനമൈത്രി പോലീസുമായി സഹകരിച്ചുകൊണ്ട് നമ്മൾ സംഘടിപ്പിച്ച രാസലഹരി വിരുദ്ധ സന്ദേശ ബൈക്ക് റാലി നമ്മുടെ പ്രിയപ്പെട്ട SHO ആമോദ് സാർ അഞ്ചേരിച്ചിറ സെന്ററിൽ വെച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യുകയും അഞ്ചേരിയുടെ വിവിധ മേഖലയിലൂടെ സഞ്ചരിച്ച ബൈക്ക് റാലി എടക്കളത്തൂർ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരുമിച്ച് ആമോദ് സാർ ചൊല്ലി തന്ന ആ പ്രതിജ്ഞ ഏറ്റുചൊല്ലിക്കൊണ്ട് ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ എന്തൊരു കാര്യമായാലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് എന്താ പറയാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതുപോലെ എന്ത് ആവശ്യം വന്നാലും നമുക്ക് അവരെ സമീപിക്കാവുന്നതാണ്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന അഞ്ചേരിച്ചിറ യൂണിറ്റിന്റെ
നമുക്കറിയാം ഇന്നിവിടെ ബ്ലഡ് ബാങ്കിന്റെ ബ്ലഡ് ഡൊണേഷൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ വിളിച്ചത് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ യൂണിറ്റ് അംഗങ്ങളോട് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല. മണ്ണുത്തി പട്ടാളക്കുന്ന് ഗുരുദേവ നഗറിൽ വീട്ടിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച 1.38 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. സംഭവ സമയം വീട്ടിലുണ്ടായിരുന്ന പ്രതികളായ മണ്ണുത്തി പട്ടാളക്കുന്ന് സ്വദേശി രാഹുൽ, പയ്യമ്പാട്ട് വീട്ടിൽ സുനിൽ എന്നിവരെ മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു സിവിയും സംഘവും അറസ്റ്റ് ചെയ്തു. മണ്ണുത്തി ഇൻസ്പെക്ടർ CV ബിജുവിന് ലഭിച്ച രഹസ്യ സന്ദേശത്തിൽ ഒല്ലൂർ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ തോമസിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് പ്രതിയായ രാഹുലിന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയത്. കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതിയായ രാഹുലിന് തൃശൂർ ഈസ്റ്റ് മണ്ണുത്തി പോലീസ് സ്റ്റേഷനുകളിലും സുനിലിന് മണ്ണുത്തി സ്റ്റേഷനിലും കേസുണ്ട്. ഒല്ലൂർ അസിസ്റ്റന്റ് കമ്മീഷണർ KP തോമസിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ ബിജു CV, സബ് ഇൻസ്പെക്ടർ ജയൻ TG, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സന്തോഷ് ജോർജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ KS സുജിത്, സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിനി VR, മിഥുൻ AG, രോഹിത് കുമാർ എന്നിവരാണ് ഉണ്ടായിരുന്നത്. പുത്തൂർ പഞ്ചായത്തിലെ വനമേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. പാലക്കുന്ന് മുതൽ വല്ലൂർ വരെയുള്ള 12 കിലോമീറ്റർ ദൂരത്തിൽ അടിയന്തര ദൌത്യം. പുത്തൂർ പാണഞ്ചേരി പഞ്ചായത്തിലെ പാലക്കുന്ന്, ആനക്കുഴി, താമരവെള്ളച്ചാൽ, വെള്ളക്കാരിത്തടം, മാന്നാമംഗലം, വല്ലൂർ, മരോട്ടിച്ചാൽ മേഖലകളിൽ പതിവായ ആനശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ അടിയന്തര നടപടികൾക്ക് തുടക്കം. വല്ലൂർ മുതൽ പാലക്കുന്ന് വരെ 12 കിലോമീറ്റർ വനാതിർത്തിയിൽ 2 മാസത്തിനകം പൂർണ്ണ നിയന്ത്രണം കൊണ്ടുവരാനാണ് ലക്ഷ്യം. ഒല്ലൂർ MLA K രാജൻ അറിയിച്ചു. ആനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക ജനപ്രതിനിധി യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങൾ. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, വാർഡ് മെമ്പർമാർ, കർഷക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കുറെ നാളുകളായി ഈ മേഖലയിൽ ആന ഇറങ്ങുന്നു. കൃഷി നശിപ്പിക്കുന്നതിനൊപ്പം ജനങ്ങളുടെ ജീവന് ഭീഷണിയാണ്. ഇനിയും കാത്തിരിക്കാനാകില്ല എന്ന് MLA K രാജൻ പറഞ്ഞു. പട്ടിക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക ദൌത്യ സംഘം രൂപീകരിക്കുമെന്നും RRT മാതൃകയിലായിരിക്കും പ്രവർത്തനമെന്നും ആനശല്യം ശ്രദ്ധയിൽപ്പെട്ടാൽ 9188 407 531 എന്ന നമ്പറിൽ നേരിട്ട് വിവരം അറിയിക്കാം. ആനകൾ സ്ഥിരമായി ഇറങ്ങുന്ന ഇടങ്ങൾ കണ്ടെത്തി അത്യാധുനിക സെൻസറുകൾ സ്ഥാപിക്കും. ആനയുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിഞ്ഞാൽ വിവരം ഓപ്പറേഷൻ ടീമിന് ലഭിക്കുന്ന സംവിധാനമാണിത്. പട്ടിക്കാട് റേഞ്ച് ഓഫീസർക്കാണ് പ്രത്യേക ചുമതല. വല്ലൂർ മുതൽ പാലക്കുന്ന് വരെ 12 കിലോമീറ്റർ വനാതിർത്തി വെട്ടിത്തെളിക്കും. ആനകൾക്ക് മറഞ്ഞിരിക്കാൻ സൗകര്യമില്ലാതാക്കുക, ദൃശ്യപരിധി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രദേശവാസികൾക്ക് നേരിട്ട് പരാതി നൽകാം, വിവരങ്ങൾ കൈമാറാം. ജനകീയ ക്യാമ്പയിൻ സംവിധാനം ഒരുക്കും. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പാക്കാനും ഓപ്പറേഷൻ ടീമിലെ അംഗങ്ങൾക്ക് യൂണിഫോം, ടോർച്ച്, വയർലെസ് സെറ്റ് അടക്കമുള്ള സുരക്ഷാ ഉപകരണങ്ങളും വനംവകുപ്പ് നൽകാനും രാത്രികാല പട്രോളിംഗിന് പ്രത്യേക വാഹനവും സജ്ജമാക്കി. വയനാട്, പാലക്കാട് മേഖലകളിൽ വിജയകരമായി ഉപയോഗിച്ച മാതൃകയാണിത്. ഫെബ്രുവരി മാസം വനം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലെ തീരുമാനങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. 2 ഘട്ടമായാണ് പദ്ധതി നടപ്പാക്കുക. ആദ്യ 30 ദിവസം കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ, അടുത്ത 30 ദിവസം കൊണ്ട് പൂർണ്ണമായും ആനശല്യമുക്തമാക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കൃഷിനാശവും ജീവഭയവും കാരണം രാത്രികാലങ്ങളിൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ ഭയന്നിരുന്ന പ്രദേശവാസികൾക്കിത് ആശ്വാസമാണ്. ജനങ്ങളുടെ സഹകരണത്തോടെ ദൌത്യം വിജയിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റെജി, DFO ജോസഫ് തോമസ് IFS, റേഞ്ച് ഓഫീസർ പ്രിജി, ബ്ലോക്ക് മെമ്പർ അഖിൽ PS, KV സജു എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ആനയുടെ അനുഭവം ഉണ്ടായാൽ, ആന വരുന്നുണ്ട് എന്ന് മനസ്സിലായാൽ, ആനയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആന വരുന്നതുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ യൂണിഫോം അടക്കമുള്ള സൗകര്യങ്ങളോടുകൂടി നമുക്ക് ഒരു ടീം യഥാർത്ഥത്തിൽ ഗവൺമെൻറ് നിശ്ചയിച്ചനുസരിച്ച് PRT ആയിട്ട് വാർഡുകളുണ്ടാക്കാം. ആളുകളെ തീരുമാനിച്ചിരുന്നു. നേരത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തീരുമാനിച്ചിരുന്നു. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് വേണ്ടത്ര ഫലപ്രദമായി വന്നില്ല എന്നാണ് നേരത്തെ ഞാനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കൂടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അന്ന് നമ്മൾ തീരുമാനിച്ചനുസരിച്ച് ആ PRT സജീവമാക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള യൂണിഫോം കൊടുക്കാനും അത് സംബന്ധിച്ച് പടക്കം, ടോർച്ച് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇനങ്ങളായിട്ടുള്ള സാധനങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവരണം എന്നുൾപ്പെടെ എങ്ങനെ വിതരണം ചെയ്യണം എന്നുൾപ്പെടെ വളരെ വിശദമായിട്ട് തീരുമാനിച്ചു.
ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ഇസാഫ് പ്രൈം കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ഒല്ലൂക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. ക്ലിനിക്കിന്റെ ഉദ്ഘാടനം തൃശൂർ MLA രാജൻ ജെ പല്ലൻ നിർവഹിച്ചു. ഇസാഫ് ഗ്രൂപ്പ് MD ഡോക്ടർ പോൾ തോമസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജേക്കബ് സാമുവേൽ സ്വാഗതവും ഇസാഫ് കെയർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നവിത മാത്യു നന്ദിയും അറിയിച്ചു. ഇസാഫിന്റെ കോ ഫൗണ്ടർ മെറീന പോൾ, സെഡാർ റീറ്റൈൽ MD അലോക് തോമസ് പോൾ, കോർപ്പറേഷൻ കൌൺസിലർമാരായ K ഗോപാലകൃഷ്ണൻ, ശ്യാമള മുരളീധരൻ, സിൻഡമോൾ സോജൻ, ML റോസി, മണ്ണുത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് CA ബാബു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ആരോഗ്യരംഗത്ത് മാറിവരുന്ന പ്രവണതകൾക്കനുസരിച്ച് ഈ സ്ഥാപനം ഉപയോഗപ്പെടുത്താമെന്ന് ഇസാഫ് MD K പോൾ തോമസ് അറിയിച്ചു. നിരവധി സേവനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്ലിനിക്കിൽ നൽകാൻ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇല്ലാത്ത ഒരു നമുക്ക് ഇസാഫ് എന്ന് നൽകുന്ന ഒരു സ്ഥാപനം എന്നുള്ളതാണ്. അതുമായിട്ട് ഒരു പ്രിയ നിവാസികൾക്ക്, മണ്ണുത്തി നിവാസികൾക്ക് നൽകുന്ന മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥാപനമായി. സഹോദരങ്ങൾ, വലിയ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. എല്ലാവർക്കും എൻ്റെ ബക്രീദിൻ്റെ ആശംസകൾ ആദ്യം തന്നെ അറിയിക്കുന്നു. അതോടൊപ്പം മണ്ണുത്തിക്കാരെ സംബന്ധിച്ചിടത്തോളം, ഒല്ലൂക്കര മേഖലയെ സംബന്ധിച്ചിടത്തോളം, ഇസാഫ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം തരുന്നതായിട്ടുള്ളൊരു കാര്യം, നമ്മളുടെ MLA അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം MLA ആയതിനു ശേഷം ആദ്യമായിട്ട് നാട മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി ഈ ക്ലിനിക്കിൻ്റെ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ പൊതുപരിപാടി നന്ദി പറയൽ ചടങ്ങിന് ഇവിടെയൊക്കെ വന്നിരുന്നു. പക്ഷേ എന്നാൽ ഒരു പൊതുപരിപാടി മണ്ണുത്തി മേഖലയിൽ, ഒല്ലൂക്കര മേഖലയിൽ
അദ്ദേഹം പങ്കെടുക്കുന്നതായിട്ടുള്ള ആദ്യത്തെ പൊതുപരിപാടി ഇസാഫ് ഹെൽത്ത് കെയറിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഈ ക്ലിനിക്കിൻ്റെയാണ്. അതൊരു ആതുര സേവനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്. തീർച്ചയായിട്ടും തൃശ്ശൂർ പട്ടണമാണ് ധനകാര്യ സ്ഥാപനങ്ങളുടെ തുടക്കം കുറിച്ചിട്ടുള്ള സ്ഥലം. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കാത്തലിക് ശ്രീയൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്കൊക്കെ തുടങ്ങിയത് തൃശ്ശൂർ ടൗണിൽ നിന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് 92-93 കാലഘട്ടത്തിലാണ് എനിക്ക് ഇസാഫ് എന്ന പേര്, 95 കാലഘട്ടത്തിലാണ് ഞാൻ കേട്ടു തുടങ്ങിയത്. ഞാൻ താമസിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് പാവപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ്. ഓരോ പാവപ്പെട്ട വീടുകളിൽ ചെല്ലുമ്പോഴും ഇസാഫ് 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 എന്ന് പറയുന്ന അയൽക്കൂട്ടം അവിടുത്തെ ലോൺ കൊടുക്കണു എന്നൊക്കെ കേട്ടാണ് ഇസാഫിൻ്റെ എൻ്റെ ശ്രദ്ധപ്പെട്ടത്. മുമ്പ് നമ്മൾ മണ്ണുത്തി എന്ന് പറയുമ്പോൾ നമുക്ക് അറിഞ്ഞിരുന്നത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ന് മണ്ണുത്തി എന്ന് അറിയുമ്പോൾ നമ്മൾ അറിയുന്നത് ഇസാഫ് ബാങ്കിൻ്റെ കേന്ദ്രമാണ്, കേന്ദ്ര ബിന്ദുവാണ്, അല്ലെങ്കിൽ തുടക്കം കുറിച്ച സ്ഥലമാണ് എന്നുള്ളതാണ് മണ്ണുത്തി എന്നറിയപ്പെടുന്നത്. നമ്മുടെ രാജ്യം മുഴുവൻ ഏകദേശം 805ഓളം ബ്രാഞ്ചുകൾ അദ്ദേഹത്തിന് ഇസാഫ് ബാങ്കിന് തുടങ്ങാൻ സാധിച്ചു. 1200ഓളം മറ്റ് എന്തായാലും പറയാ 1200 കസ്റ്റമർ സർവീസ് സെൻ്ററുകളും ആരംഭിക്കാൻ സാധിച്ചു. ഞാൻ ചോദിച്ചറിയായിരുന്നു, 20,000ഓളം പേർക്കാണ് തൊഴിൽ കൊടുത്തത്. 20,000ഓളം പേർ, അത് നേരിട്ടും ഇൻഡയറക്റ്റും വേറെ തൊഴിൽ ലഭിക്കുന്നു. ഇസാഫ് ബാങ്ക് തൃശ്ശൂർ പട്ടണത്തിൽ വന്ന സാഹചര്യത്തിൽ എത്ര പേര് ഇവിടെ, നേരത്തെ കൗൺസിലർമാർ പറയായിരുന്നു വീട് വാടകയ്ക്ക് എടുക്കുക, ഇവിടെ താമസിക്കുക, ഇൻഡയറക്റ്റ് ഒരുപാട് ബിസിനസ് സൗകര്യങ്ങളും ഒക്കെ ഈ സാമ്രാജ്യം വളരുവാനൊക്കെ കാരണം നമ്മുടെ ഇസാഫ് ബാങ്ക് വന്നു എന്നുള്ളത് നമുക്ക് സ്വാഗതാർഹമാണ്. അത്രമാത്രം വളർച്ചയിലേക്ക് ഇസാഫ് ബാങ്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ പോളേട്ടനുമായി നിരന്തരം വർഷങ്ങളായിട്ട് ബന്ധമുണ്ട്. പോളേട്ടനെ എപ്പോൾ കാണുമ്പോഴും ചോദിക്കുക തൃശ്ശൂരിൻ്റെ വികസനമാണ്. 2 കാര്യങ്ങളാണ് പറയാം. കുതിരാൻ ദേശീയപാത വാണിയമ്പാറയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച അപകടം. പാലക്കാട് ഭാഗത്തേക്കുള്ള പാതയിൽ 3 വരി പാതയെ ഒറ്റവരിയായി കടത്തിവിടുന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. ടോറസ് ലോറിയുടെ ഇടതുവശത്തുകൂടി കടക്കാൻ ശ്രമിച്ച കാർ നിയന്ത്രണം വിട്ട് ലോറിയിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ സമീപത്തെ കോൺക്രീറ്റ് ഭിത്തിയിലും ഇടിച്ചു. കാറിന്റെ എയർ ബാഗ് പ്രവർത്തിച്ചതിനാൽ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ദേശീയപാത അടിപ്പാത നിർമ്മാണത്തിനായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയ ഭാഗത്ത് അപകടങ്ങൾ പതിവാണ്. പ്രദേശത്തെ അശാസ്ത്രീയ ഗതാഗത നിയന്ത്രണം കൂടുതൽ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. മികച്ച സേവനത്തിന് തൃശൂർ RPF സബ് ഇൻസ്പെക്ടർ ഷമീർ KA, ഡയറക്ടർ ജനറൽ RPFന്റെ ഇൻസിഗ്നിയ മെഡൽ, പ്രശംസാപത്രം എന്നിവ ഏറ്റുവാങ്ങി. തിരുവനന്തപുരം ഡിവിഷണൽ കമ്മീഷണർ മുഹമ്മദ് ഹനീഫ് IPS ആണ് പുരസ്കാരം സമ്മാനിച്ചത്. RPFന്റെ മികച്ച പരിശീലകരിൽ ഒരാളായ അദ്ദേഹം അസം, ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഹരിയാന, ഉത്തർപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന പരേഡിലും സേനാംഗങ്ങൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. കാളത്തോട് സ്വദേശിയായ ഷമീർ നിലവിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. DG ഇൻസിഗ്നിയ ലഭിക്കുന്നത് ഇത് 3ാം തവണയാണ്. ഹാട്രിക് നേട്ടത്തിലൂടെ സേനയ്ക്ക് തന്നെ അഭിമാനമായിരിക്കുന്നു അദ്ദേഹം. മറ്റൊരിടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം.
മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. ജനവാസ മേഖലയിലെ വന്യമൃഗ ശല്യം തടയാൻ ഫെൻസിംഗ് കാര്യക്ഷമമാക്കിയും RRT ടീമിനെ രംഗത്തിറക്കിയും പട്രോളിംഗ് ശക്തമാക്കിയും പരിഹാര നടപടികൾ സ്വീകരിക്കുമെന്ന് രാജൻ MLA പറഞ്ഞു. കാട്ടാന കൂട്ടങ്ങളിറങ്ങി കൃഷി നശിപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിളിച്ച അടിയന്തര യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു MLA. ഏതാനും ദിവസങ്ങളിലായി പുത്തൂർ പഞ്ചായത്തിലെ മലയോര മേഖലകളിൽ കാട്ടാന കൂട്ടങ്ങളിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും സംയുക്ത യോഗം വിളിച്ചു ചേർത്തത്. പുരയിടങ്ങളിൽ നട്ടുവളർത്തിയ പ്ലാവും മാവും മുറിക്കാൻ അനുവാദം നൽകണമെന്നും കൃഷിനാശത്തിന് നഷ്ടപരിഹാരം നൽകണം, തദ്ദേശീയ വാച്ചർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം, RRT, PRT ടീമുകളുടെ സേവനം കാര്യക്ഷമമാക്കണം, 12 കിലോമീറ്റർ ദൂരം ഫെൻസിംഗ് അറ്റകുറ്റപ്പണി നടത്തി വൈദ്യുത പ്രവാഹം ഉറപ്പാക്കണം, ആനകൾ റോഡ് ക്രോസ് ചെയ്യുന്ന ഇടങ്ങളിൽ വനംവകുപ്പ് പട്രോളിംഗ് ശക്തമാക്കണം, ആനകളുടെ സാന്നിധ്യം അറിയാൻ സെൻസറുകൾ സ്ഥാപിക്കണം, ട്രഞ്ച് കുഴിക്കണം, അലാറം സിസ്റ്റം സ്ഥാപിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ യോഗത്തിൽ കർഷകർ ഉന്നയിച്ചു. DFO ജോസഫ് തോമസ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, വൈസ് പ്രസിഡന്റ് മിനി റജി, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കർഷകർ എന്നിവർ പങ്കെടുത്തു. ഈ വല്ലൂർ മുതൽ പാലക്കുന്ന് വരെയുള്ള മേഖലയിൽ ധാരാളമായിട്ട് ആന ഇറങ്ങിയിട്ടുണ്ടാകുന്ന ശല്യം നാട്ടിലെ പൊതുപ്രവർത്തകർ പറഞ്ഞനുസരിച്ച് അടിയന്തരമായ ഇടപെടലിന് വേണ്ടിയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും ഒരു അടിയന്തരമായിട്ടുള്ള യോഗം ഇവിടെ വിളിച്ചു ചേർത്തത്. സ്വാഭാവികമായിട്ടും ഈ മേഖലയിലെ 12 കിലോമീറ്റർ ചുറ്റളവിൽ ഫെൻസിങ് ഉണ്ടെങ്കിലും അതിൻ്റെ ബാറ്ററി ചാർജ് പോരാ, ചില ബാറ്ററികൾ താഴ്ന്നു പോകുന്നുണ്ട് എന്ന പരാതി പൊതുവായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. യോഗത്തിൻ്റെ ആലോചന പ്രകാരം ഈ 12 കിലോമീറ്ററിലുമുള്ള ഫെൻസിങ്ങിൻ്റെ മെയിൻ്റനൻസ് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബാറ്ററിക്ക് വേണ്ടത്ര ചാർജ് ഇല്ലാത്തത് പരിഗണിച്ചുകൊണ്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലും അത് നന്നാവില്ലെങ്കിൽ പുതിയ ബാറ്ററി അടിയന്തരമായിട്ട് ഈ ആളുകൾക്ക് ലഭ്യമാക്കി കൊടുക്കാൻ, ഈ പ്രദേശങ്ങൾക്ക് ലഭ്യമാക്കി കൊടുക്കാൻ പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ നിലയിൽ ഇതിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ച് പലപ്പോഴും പരാതി ഉണ്ടാകാറുണ്ട്. ഇത്തവണ അതിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക ടെക്നീഷ്യനെ തന്നെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാക്കണമെന്ന് യോഗം ആലോചിച്ചു. മരങ്ങളെ ചുറ്റി, നിലവിലുള്ള ഫെൻസിങ്ങിൻ്റെ പുറത്ത് മരങ്ങളെ ചുറ്റി അതിനും അപ്പുറത്ത് ഒരു ഫെൻസിങ് ലൈൻ 2 മാസത്തിനകം പൂർണ്ണമായി ഈ പ്രദേശത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആലോചനയും നടത്തിയിട്ടുണ്ട്. PRT എന്ന് പറഞ്ഞിട്ടുള്ള പീപ്പിൾസ് റെസ്പോൺസിബിൾ ടീം നമ്മൾ തയ്യാറായിട്ടുണ്ട് 2 മേഖലകളിലായി. പക്ഷേ അതിൻ്റെ ആളുകളുടെ എണ്ണം പൂർണ്ണമല്ല. ആ സാഹചര്യത്തിൽ ഈ 30-ാം തീയതിക്കകത്ത് 2 പ്രദേശങ്ങളിലായി താമരവെള്ളച്ചാലിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന വഴിയും മാന്നാമംഗലം മുതൽ വല്ലൂർ വരെയുള്ള വഴിയും 2 മേഖലകളാക്കി തിരിച്ച് 2 പീപ്പിൾസ് റെസ്പോൺസിബിൾ ടീമിനെ നിയോഗിക്കണം എന്ന് തീരുമാനിച്ചു. നിലവിൽ അംഗങ്ങളെ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ വളണ്ടറി ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്ന അംഗങ്ങളുടെ കൂടി നമ്പർ മെയ് മാസം 30-നകം ലഭ്യമാക്കാനും ജൂൺ മാസം 15-നകം അവരുടെ ട്രെയിനിങ് പൂർത്തിയാക്കി യൂണിഫോം അടക്കമുള്ള സൗകര്യങ്ങൾ ഫോറസ്റ്റിൽ നിന്ന് കൊടുക്കാനും, അതൊരു വളണ്ടിയർ സേനയായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ജൂൺ 17 മുതൽ അവരെ ട്രെയിനിങ് എല്ലാം പൂർത്തിയാക്കി ഫീൽഡിൽ ഇറക്കാനും കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ പ്രദേശത്തിലെ ആളുകൾക്കോ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോ ആവശ്യമായിട്ടുള്ള പടക്കം, ടോർച്ച് തുടങ്ങിയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പട്ടിക്കാട് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്ത് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും. നേരത്തെ കഴിഞ്ഞ ഫെബ്രുവരി മാസം അന്നത്തെ വനം വകുപ്പ് മന്ത്രിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനും ജനപ്രതിനിധികളും തമ്മിൽ ആലോചിച്ചനുസരിച്ച് RRTയുടെ ഒരു പുതിയ വിങ് ഇവിടെ വേണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് RRTയുടെ പുതിയ വിങ് ഇവിടെ ലഭ്യമായിട്ടുണ്ട്. റാപ്പിഡ് റെസ്പോൺസിബിൾ ടീമിൻ്റെ ഒരു പുതിയ വിങ് ഇവിടെ ലഭ്യമായിട്ടുണ്ട് എന്നറിയിച്ചിട്ടുണ്ട് DFO. അതിൽ അപ്പുറത്ത്
ഇതുപോലെ തന്നെ ഈ റേഞ്ചിലേക്ക് RRTക്ക് വേണ്ടി ഒരു വണ്ടി MLA ഫണ്ടിൽ നിന്ന് കൊടുത്തിരുന്നു. അത് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ അന്നത്തെ മന്ത്രി എന്ന നിലയിൽ ആവശ്യപ്പെട്ട അനുസരിച്ച് രണ്ടാമത്തെ വാഹനവും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് എന്നറിയിച്ചു. ആ വാഹനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രോണും അതുപോലെ തന്നെ പിന്നെ പമ്പിംഗ് നടത്താൻ പറ്റുന്ന ഗണ്ണും ഒക്കെ ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് 5 ഉദ്യോഗസ്ഥരെ കൂടി വിന്യസിപ്പിക്കണമെന്ന ആവശ്യം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ തന്നെ പ്രിൻസിപ്പൽ CCF അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കൂടിയാലോചിച്ച് അവരെ ഈ ആഴ്ച തന്നെ വിന്യസിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ നടത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ നിശ്ചയിച്ചനുസരിച്ച് പട്ടിക്കാട് റേഞ്ച് ഓഫീസിൽ ഒരു എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ ആരംഭിച്ചിട്ടുണ്ട്. ആ സെൻറ്ററിൻ്റെ നമ്പർ 91 88 40 75 31 91 88 40 75 31 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ഓപ്പറേഷൻ സെൻ്ററാണ്. 3 ജീവനക്കാരെ അവിടെ നിയമിച്ചിട്ടുണ്ട്. ആ ജീവനക്കാരുടെ സേവനം ഫുൾ ടൈം ഉണ്ടാകുന്നതാണ്. അവർക്ക് ഏത് നേരത്തും വിളിക്കാവുന്നതാണ്. ഇതിന് പുറമെ പ്രധാനമായിട്ടും ആന ക്രോസ് ചെയ്തു പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കണം എന്ന് നിശ്ചയിച്ചു. പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കാനുള്ള നടപടിക്രമങ്ങൾ ഇന്നത്തോടെ രംഗപ്രവേശം ചെയ്യും. ഇതിന് പുറമെ ഒരു സെൻസർ ഘടിപ്പിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ആനകൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ, വനാതിർത്തിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അലാറം ശബ്ദിച്ച ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സെൻസർ ഘടിപ്പിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും അതിന് വരുന്ന ചെലവും കണ്ടെത്താൻ പട്ടിക്കാട് റേഞ്ച് ഓഫീസറെ ചുമതലപ്പെടുത്തി. പഞ്ചായത്ത് പ്രസിഡൻറ്റും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും DFO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരും പൊതുപ്രവർത്തകരും എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള യോഗമാണ് നടന്നത്. വളരെ വേഗത്തിൽ ഈ നടപടിക്രമങ്ങളെല്ലാം നടത്തണം എന്ന് തീരുമാനിച്ചു. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ്, നമ്മുടെ ശുചീകരണ തൊഴിലാളികൾ, നേരത്തെ ഉണ്ടായിരുന്ന ഫയർ ഓഫീസർമാർ, ഫയർ വർക്കേഴ്സ് അവരെല്ലാം വെച്ചുകൊണ്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഈ 12 കിലോമീറ്ററും നമുക്ക് കാട് വെട്ടിത്തെളിക്കാനുള്ളൊരു ജനകീയ ക്യാമ്പയിൻ കൂടി ഇതിൻ്റെ ഭാഗമായി നടത്തണം എന്നാലോചിച്ചു. അതിൻ്റെ തീയതിയും സ്ഥലവും ഒക്കെ പഞ്ചായത്ത് ആലോചിച്ച് നിശ്ചയിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി. വളരെ ഗൗരവമായി ഈ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. സ്ഥായിയായ മാർഗ്ഗങ്ങൾ വേറെയുണ്ട്, കിടങ്ങും ഹാങ്ങിങ് ഫെൻസിങ്ങും ഉൾപ്പെടെ. അത് രണ്ടാമതായിട്ട് ആലോചിക്കേണ്ടതാണ്. അടിയന്തരമായി ഈ കാര്യത്തിലുണ്ടാകുന്ന ഒരു സൗകര്യമാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഈ മാസക്കാലം പ്രത്യേകിച്ച് മാങ്ങ ചക്കയൊക്കെ അതിർത്തി ധാരാളമായിട്ടുണ്ടാകുന്ന ജൂലൈ പകുതി വരെ ഇത്തരം സംഭവങ്ങൾ സാധാരണയാണ് എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ടെങ്കിലും ആളുകളുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള അടിയന്തരമായ നടപടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഇന്നത്തെ യോഗം തീരുമാനിച്ചത്. കൃഷിനാശം സംഭവിച്ചതിൻ്റെ നഷ്ടപരിഹാരം നേരത്തെ നിശ്ചയിച്ചതുപോലെ STRFിൽ നിന്ന് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. കൃഷി AD ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൂടി ആ കാര്യം ആലോചിക്കണം. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞാൻ തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച് പട്ടയമില്ലാത്ത ഭൂമിയാണെങ്കിൽ പോലും വാർഷിക വിളകളാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അതിന് നഷ്ടപരിഹാരം നൽകാനുള്ള ഉത്തരവ് ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുണ്ട്. അക്കാര്യം കൂടി പരിശോധിക്കണം എന്നിവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൈസൂരിലുണ്ടായ വാഹനാപകടത്തിൽ തൃശൂർ വരവൂർ സ്വദേശിനി നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ചു. കുമരപ്പനാലിൽ കുന്നത്ത് വീട്ടിൽ 18 വയസ്സുള്ള ആര്യയാണ് മരിച്ചത്. അപകടത്തിൽ പിതാവ് സുരേന്ദ്രനും പരിക്കേറ്റു. കുട്ടികളിലെ നന്മകളെ തിരിച്ചറിഞ്ഞ് അവരെ വളർത്താൻ അധ്യാപകരും രക്ഷിതാക്കളും മുന്നിട്ടിറങ്ങണമെന്ന് മേജർ PJ സ്റ്റൈജു. പൂങ്കുന്നം ശ്രീരാമകൃഷ്ണ മഠം വിജ്ഞാന ഭവനിൽ നടക്കുന്ന വിവേകധ്വനി വിദ്യാർത്ഥി സെമിനാറിൽ വിഷയാവതരണം നടത്തുകയായിരുന്നു അദ്ദേഹം. 24 കേരള ബറ്റാലിയൻ NCC അസോസിയേറ്റഡ് ഓഫീസറും സംസ്കൃത അധ്യാപകനുമായ മേജർ PJ സ്റ്റൈജു പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതോടൊപ്പം നന്മയുടെ നല്ല പാഠങ്ങൾ രചിക്കാൻ സഹായിക്കുന്ന പാഠ്യക്രമങ്ങളും കരിക്കുലത്തിൽ ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പറഞ്ഞു. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത സെമിനാറിൽ തൃശൂർ ജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിന്ന് 50ഓളം കുട്ടികൾ പങ്കെടുത്തു. ശ്രീമത് സ്വാമി നന്ദാത്മജാനന്ദ, രമേശ് കേച്ചേരി എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ പെരിങ്ങാവ് പൂമാല വീട്ടിൽ വേണുഗോപാലൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ പൂമാല ഉണ്ണിമേനോന്റെയും പുതുമന ദേവകി അമ്മയുടെയും മകനാണ്. പുഴങ്കര മീനാക്ഷിക്കുട്ടിയാണ് ഭാര്യ. ലത മകളും, അനിൽ വാര്യർ മരുമകനുമാണ്. മണ്ണുത്തി മര്യാദമൂലയിൽ പള്ളിയിൽ ഗോവിന്ദൻ മകൻ ചന്ദ്രൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. തൃശൂർ അമലനഗറിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് തീയും പുകയും ഉയർന്നത് പരിഭ്രാന്തി പരത്തി.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചേരിച്ചിറ യൂണിറ്റ് 22ാം വാർഷിക സമ്മേളനം എടക്കളത്തൂർ ഓഡിറ്റോറിയത്തിൽ നടത്തി. മണ്ണുത്തി പട്ടാളക്കുന്ന് ഗുരുദേവ നഗറിലെ വീട്ടിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച 1.380 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.